ഇന്ന് നമ്മൾ 6/8-ലുള്ളൊരു പാട്ടിൻ്റെ നോട്ടാണ് നോക്കുന്നത്. ഒരു ഫേമസ് പാട്ടാണ്, ധാരാളം തമിഴ് പ്രോഗ്രാമിലൊക്കെ വായിക്കുന്ന ഒരു പാട്ടാണ് ഇത് പാകിസ്ഥാനി ഗായകൻ ഹസൻ ജഹാംഗീറിൻ്റെ ഒരു ആൽബത്തിൽ നിന്നുള്ളൊരു പാട്ടാണ്. ധാരാളം ഗാനങ്ങളൊക്കെ അത് ഈ പാട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 6/8 ആണ്. ഒത്തിരി പോകുന്നില്ല, നമുക്ക് ആ പാട്ടിലേക്ക് ഇതൊക്കെ കയറാം. അതാണ് 6/8 സോങ് ആണ് ഇത്. ഇത് എഴുതിയേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാട്ടിൻ്റെ ഇപ്പം നമ്മൾ കേട്ട ആ പാട്ടിൻ്റെ ഒറിജിനൽ ഇത് കിടക്കുന്ന ഋതമാണ് ഈ എഴുതി വെച്ചത്. ഇതിപ്പം ഗാനങ്ങളൊക്കെ വായിക്കുമ്പോൾ പല രീതിക്ക് വായിക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെ വായിക്കണമെന്നില്ല. ഇത് ഈ പാട്ടിനകത്ത് കേട്ട് ചിലപ്പോൾ ഇത് ഹൈ ഹാറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ ഹൈ ഹാറ്റ്സ് അല്ല, വേറെ എന്തെങ്കിലും പെർക്കഷൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ എനിക്കത് ഹൈ ഹാറ്റ് നമുക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ എഴുതിയത്. അപ്പം ഗാനമേളയ്ക്കൊക്കെ വായിക്കുമ്പോഴത്തേക്കിന് അങ്ങനെ തന്നെ വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഗാനമേളയ്ക്ക് വായിക്കുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ഞാൻ വായിക്കുന്ന ഒരു ഇതാണ് പറഞ്ഞു കേട്ടോ. ഇപ്പം 6/8-നെ ഞാൻ വായിക്കുമ്പോഴത്തേക്കും ചിലപ്പം ഇങ്ങനെ വായിക്കും. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പമാണ് വായിക്കാം. കാരണം 1 2 3 4 5 6 എന്നുള്ളത് ഒരു ഒറ്റ ബീറ്റിന് തന്നെ 1 2 3 ആയിരിക്കും. പിന്നെ 4 5 6 അടുത്ത ബീറ്റിന് ഒരു കോമൺ ടൈമാണ്. കോമൺ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് നോട്ട് വായിക്കുന്ന രീതിയിൽ നമ്മൾ വായിച്ചു വിടും 6/8. അല്ലാതെ ഇങ്ങനെ വായിക്കുന്ന ചില സമയങ്ങളിൽ വായിക്കും കേട്ടോ. ചില സമയങ്ങളിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ 6/8 തന്നെ 1 and 2 and 3 and 1 and 2 അല്ലെങ്കിൽ 1 2 3 4 5 6 1 2 3 4 5 6 ഇങ്ങനെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഗാനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേന് ഈ റോളൊക്കെ വേറെ രീതിയിലൊക്കെ. അപ്പോൾ ഇത് 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 റെസ്റ്റില്ല, ഇവിടെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതായിരിക്കും. അപ്പോൾ ഗാനമേളയ്ക്ക് അത് വായിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പം നിങ്ങളുടെ യുക്തിയാണ് വായിക്കേണ്ടി എന്നുള്ളത്. ഞാൻ വായിക്കുന്ന രീതിയിൽ ഇങ്ങനെ എഴുതുന്നുള്ളൂ. കാരണം ഒത്തിരി നേരം ഇങ്ങനെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദർശമായിട്ട് നമ്മുടെ കൈയൊക്കെ കളിച്ചു പോകും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഹാഫായിട്ട് വായിക്കുക, നീ ഇങ്ങനെ വായിക്കുക. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഈ ടൈപ്പ് എന്ന് തന്നെ വായിക്കുന്നത്. നമുക്ക് അപ്പോഴത്തെ ആ യുക്തി ഏതാണോ ആ യുക്തിക്കനുസരിച്ചാണ് വായിക്കുന്നത്. കാരണം ഇവിടെ സാധാരണ സിമ്പലാണ് ഉപയോഗിക്കുന്നത്. ആ സിമ്പലായി പാട്ടിനകത്ത് കിടക്കുന്ന ആ നോട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്